സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകന്റെ മരണം. വിശ്വസിക്കാതെ സിനിമ. ഒരു തവണ മരണത്തിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയതായിരുന്നു. എന്നാൽ അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെ സിനിമാലോകത്തെ അമ്പരപ്പിച്ച തെലുങ്ക് സംവിധായകൻ കോടി രാമകൃഷ്ണയാണ് തന്റെ 69 വയസ്സിൽ മരണത്തിന് കീഴടങ്ങിയത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയാഘാതവും പക്ഷാഘാതവും പിടിപെട്ട് മരണത്തിലേക്ക് നീങ്ങിയ അദ്ദേഹം ശക്തമായി തിരിച്ചെത്തിയതിനു ശേഷം ചെയ്ത സിനിമകളായിരുന്നു അവതാര. തെന്നിന്ത്യൻ ഭാഷകളിൽ 100-ലേറെ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത കോടി രാമകൃഷ്ണ 1982-ൽ തരംഗിണി എന്ന ചിത്രമായിരുന്നു ആദ്യം ചെയ്തത്. ആ ചിത്രം പുറത്തിറങ്ങിയില്ല. ശേഷം മാധവിയെയും ചിരഞ്ജീവിയെയും നായികാനായകന്മാരാക്കി ചെയ്ത ചിത്രമായിരുന്നു രാമയ്യ വീതിലോ കൃഷ്ണയ്യ. ഈ ചിത്രം 550 ദിവസം 1.25 വർഷം നിർത്താതെയോടി ചരിത്രം സൃഷ്ടിച്ചു. അനുഷ്ക ഷെട്ടിയെ നായികയാക്കി 2009-ൽ ചെയ്ത ചിത്രമായിരുന്നു അരുന്ധതി. അതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. അവസാനമായി ചെയ്ത ചിത്രം 2016-ലിറങ്ങിയ നാഗരാഹാവ് ആയിരുന്നു. ഒത്തിരി നടന്മാരെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലൂടെ കോടീശ്വരന്മാരാക്കി മാറ്റിയ കോടി രാമകൃഷ്ണ ഇനിയില്ല. അദ്ദേഹം നമുക്കുവേണ്ടി നിർമ്മിച്ച ആ പഴയ സിനിമകൾ കണ്ട് നിർവൃതിയടയാം. തെലുങ്ക് തമിഴ് സിനിമയിലെ മുൻനിര താരങ്ങളെല്ലാം രാമകൃഷ്ണയുടെ ദേഹവിയോഗമറിഞ്ഞ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഓടിയെത്തി. എല്ലാം കഴിഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ സമ്മാനിച്ച ആ നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കാം. ഫിലിം കാട്ട്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് 6 ലക്ഷമായിരിക്കുന്നു. നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.